എല്ലാവർക്കും നമസ്കാരം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, കുരുക്ഷേത്ര യുദ്ധഭൂമി. അവിടെ മുഴങ്ങുന്നത് വെറുമൊരു പോർവിളിയല്ല, അതൊരു സിംഫണിയാണ്, ഒരു ശംഖൊലിയുടെ സംഗീതമേളം. കേൾക്കുന്ന ഓരോ ശബ്ദത്തിനും അതിൻ്റെതായ അർത്ഥമുണ്ട്, ഒരു കഥയുണ്ട്. ആ ദിവ്യമായ സംഗീതം അത് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോ ഈ സംഗീതത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? കൃഷ്ണനും അർജുനനും പിന്നെ മറ്റു പാണ്ഡവ സഹോദരന്മാരും ചേർന്ന് 6 ശംഖുകൾ ഇതിനകം മുഴക്കി. ആ സംഗീതത്തിന്റെ ആദ്യത്തെ സ്വരങ്ങൾ, ആ ആദ്യത്തെ ഈണങ്ങൾ യുദ്ധഭൂമിയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ആ സംഗീതം അവിടെ നിൽക്കാൻ പോവുകയായിരുന്നില്ല, അത് കൂടുതൽ വലുതാകാൻ പോവുകയായിരുന്നു. കാരണം പാണ്ഡവരുടെ സഖ്യകക്ഷികൾ, അവരുടെ സുഹൃത്തുക്കൾ തങ്ങളുടെ വരവറിയിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇനി മുഴങ്ങാൻ പോകുന്ന ഓരോ ശംഖോലിയും ഓരോ പുതിയ കഥാപാത്രത്തെയാണ്, ഓരോ പുതിയ കഥയെയാണ് ആ യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അതെ, അവിടെയാണ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം വരുന്നത്. പാണ്ഡവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 5 സഖ്യകക്ഷികൾ, 5 മഹാരഥന്മാർ യുദ്ധകളത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ആ നിർണായകമായ നിമിഷം. ഇതാണ് ആ ശ്ലോകം. ഇതിന്റെ ആ ഒരു താളം, ആ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് വെറുതെ കുറച്ച് പേരുകൾ വായിച്ചു പോകുന്ന പോലെയല്ല, അല്ലേ? ഇതൊരു പ്രഖ്യാപനമാണ്, ശക്തിയുടെ ഒരു പ്രഖ്യാപനം. ഇതിലെ ഓരോ വാക്കിനും അതിൻ്റെതായ ഒരു ഭാരമുണ്ട്, ഒരു ഗൗരവമുണ്ട്. ഇനി ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വെറുമൊരു പേരുവിളിയല്ല. നോക്കൂ, കാശ്യഃ പരമേശ്വാസഃ എന്ന് പറയുമ്പോൾ കാശിരാജാവ് എന്ന് മാത്രമല്ല പറയുന്നത്, മഹാനായ വില്ലാളിയായ കാശിരാജാവെന്നാണ്. അതുപോലെ സാത്യകീശ്ച അപരാജിതഃ, തോൽപ്പിക്കാനാവാത്ത സാത്യകി. കണ്ടോ, ഓരോ പേരിനൊപ്പവും അവരുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് വിളിച്ചു പറയുന്ന ഒരു വിശേഷണം കൂടിയുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഭംഗി. അപ്പോ ഇനിയാണ് നമ്മൾ ഈ വിശകലനത്തിന്റെ ഹൃദയത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഈ 5 യോദ്ധാക്കൾ ആരാണിവർ? ഇവരുടെ പിന്നിലെ ആ അവിശ്വസനീയമായ കഥകളിലേക്കാണ് നമ്മുടെ യാത്ര. കാരണം അവിടെ മുഴങ്ങിയ ഓരോ ശംഖൊലിയും ഒരു മുഴുവൻ ജീവിത കഥയാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ കാശിയിലെ രാജാവാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പുണ്യനഗരമായ കാശിയുടെ, വാരണാസിയുടെ അധിപൻ. അദ്ദേഹം പാണ്ഡവരുടെ പക്ഷം ചേർന്നു എന്നത് എത്ര വലിയ കാര്യമാണ്! അത് വെറുമൊരു സൈനിക പിന്തുണയല്ല, അത് ധർമ്മത്തിന് ലഭിച്ച ഒരുതരം ആത്മീയ അംഗീകാരം തന്നെയായിരുന്നു. ഇനി ശിഖണ്ഡിയുടെ കഥയെടുക്കാം. ശരിക്കും ഇത് കർമ്മത്തിന്റെ ശബ്ദമാണ്. പൂർവ്വജന്മത്തിൽ തനിക്ക് നേരിട്ട അനീതിക്ക് പകരം ചോദിക്കാൻ ഒരു സ്ത്രീയായി ജനിച്ച് പിന്നീട് ദൈവികമായ ഇടപെടൽ കൊണ്ട് പുരുഷനായി മാറിയ ഒരു യോദ്ധാവ്. അപ്പോ ശിഖണ്ഡി ആ ശംഖമുഴക്കുമ്പോൾ അത് വെറുമൊരു ശബ്ദമല്ല, അത് ഭീഷ്മർക്ക് കേൾക്കാൻ പോകുന്ന തന്റെ വിധിയുടെ ശബ്ദമാണ്. അടുത്തയാൾ ധൃഷ്ടദ്യുമ്നനാണ്. അദ്ദേഹത്തിന്റെ ജനനം തന്നെ ഒരു പ്രത്യേകതയാണ്. യാഗാഗ്നിയിൽ നിന്നാണ് അദ്ദേഹം ജനിക്കുന്നത്. എന്തിനാണെന്നറിയുമോ? ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രം, കൗരവരുടെ സേനാധിപനായ ദ്രോണാചാര്യരെ വധിക്കാൻ. അപ്പോ അദ്ദേഹത്തിന്റെ ശംഖുലി എന്തായിരുന്നു? അതൊരു പ്രവചനം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതിന്റെ പ്രഖ്യാപനമായിരുന്നു. വിരാട രാജാവിന്റെ കാര്യം അങ്ങനെയല്ല. അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് വെറുമൊരു സഖ്യകക്ഷി എന്ന നിലയ്ക്കല്ല, മറിച്ച് ഒരു കുടുംബാംഗം എന്ന നിലയ്ക്കാണ്. പാണ്ഡവർക്ക് ഏറ്റവും കൂടുതൽ സഹായം വേണ്ടിയിരുന്ന ആ അജ്ഞാതവാസകാലത്ത് അവർക്ക് അഭയം നൽകിയത് വിരാട രാജാവാണ്. ആ ഒരു കടപ്പാട്, ആ ഒരു നന്ദി, ആ ബന്ധത്തിന്റെ ആഴം, അതാണ് അദ്ദേഹത്തിന്റെ ശംഖോലിയിൽ നമ്മൾ കേൾക്കുന്നത്. ഇനി വരുന്നയാളാണ് സാത്യകി, അർജുനന്റെ പ്രിയ ശിഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഒരൊറ്റ വാക്കുമതി: അപരാജിതൻ. യുദ്ധത്തിൽ ഇന്നേവരെ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്തവൻ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടാവുമ്പോൾ പാണ്ഡവപക്ഷത്തിനുണ്ടാകുന്ന ആത്മവിശ്വാസം എത്ര വലുതായിരിക്കും. അതെ, ആ പേര് അപരാജിത, അതായത് തോൽപ്പിക്കാനാവാത്തവൻ. ഇത് വെറും ഒരു പട്ടപ്പേരല്ല, സൈനികമായ കഴിവിനും അപ്പുറം ഒരു തരമ്പ് പോലും സംശയമോ ഭയമോ ഇല്ലാത്ത ഒരു മനസ്സിനെയാണ് അത് കാണിക്കുന്നത്. കൃഷ്ണനോടും ധർമ്മത്തോടുമുള്ള അദ്ദേഹത്തിന്റെ ആ ഉറച്ച ബന്ധമാണ് അദ്ദേഹത്തെ അജേയനാക്കിയത്. ഇതുവരെ നമ്മൾ ഓരോ യോദ്ധാവിന്റെയും കഥ കേട്ടു, അല്ലേ? ഇനി ഇവരുടെ എല്ലാം ശബ്ദം, ഈ 5 വ്യത്യസ്ത ഇനങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ ആ യുദ്ധക്കളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അത് ഒരൊറ്റ അതിശക്തമായൊരു ഗാനമായി മാറുകയായിരുന്നു. ഈ വ്യത്യാസം നോക്കൂ. ഒരു വശത്ത് പാണ്ഡവരുടെ ശബ്ദം, അതൊരു സിംഫണി പോലെ കൃത്യമായ യോജിപ്പുള്ളതായിരുന്നു. ഓരോരുത്തർക്കും അവരവരുടെ റോളുണ്ട്, ലക്ഷ്യമുണ്ട്. മറുവശത്ത് കൗരവരുടെ ശബ്ദമോ,
അതൊരു കൂട്ട ബഹളം മാത്രം, അഹങ്കാരവും പേടിയും കലർന്ന ഒച്ചപ്പാട്. ഈ യോജിപ്പുള്ള സംഗീതം, ധർമ്മത്തിന്റെ ഈ ശബ്ദമാണ് കൗരവരുടെ നെഞ്ചിൽ തീ കോരിയിട്ടത്. അപ്പോ എന്തായിരുന്നു പാണ്ഡവരുടെ യഥാർത്ഥ ശക്തി? അതവരുടെ വൈവിധ്യമായിരുന്നു. ഓരോരുത്തരും യുദ്ധം ചെയ്തത് ഓരോ കാരണങ്ങൾക്കായിരുന്നു. ഒരാൾ ആത്മീയ പിന്തുണ നൽകാൻ, മറ്റൊരാൾ കർമ്മവിധി നടപ്പാക്കാൻ, വേറൊരാൾ കടപ്പാട് വീട്ടാൻ. പക്ഷേ ഈ വ്യത്യസ്ത കാരണങ്ങളെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക്, അതായത് ധർമ്മത്തിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ അത് തകർക്കാൻ പറ്റാത്ത ഒരു മഹാശക്തിയായി മാറി. പ്രത്യേകിച്ച് കൗരവ സേനാധിപന്മാരായ ഭീഷ്മർക്കും ദ്രോണർക്കും ഇത് വെറുമൊരു ശംഖൊലിയായിരുന്നില്ല. ശിഖണ്ഡിയുടെ ശബ്ദം കേട്ടപ്പോൾ ഭീഷ്മർക്ക് മനസ്സിലായി തന്റെ വിധി വന്നെത്തിയെന്ന്. ദൃഷ്ടദ്യുമ്നന്റെ ശബ്ദം ദ്രോണർക്കും അതുതന്നെയാണ് പറഞ്ഞുകൊടുത്തത്. അവർക്ക് രണ്ടുപേർക്കും ആ സംഗീതം തങ്ങളുടെ തന്നെ മരണമണിയായിരുന്നു. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. പക്ഷെ ഈ ശ്ലോകം ഇന്നും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഈ പുരാതന കഥയ്ക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് പ്രസക്തിയാണുള്ളതെന്ന് നോക്കിയാനോ? ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു ധർമ്മയുദ്ധങ്ങളിൽ നമ്മൾ ഏതു റോളാണ് എടുത്തുന്നത്? ഒരു പക്ഷേ നിങ്ങൾ കാശിരാജാവിനെ പോലെ ശരിയായ കാര്യത്തിന് പിന്തുണ കൊടുക്കുന്ന ആളായിരിക്കാം. അല്ലെങ്കിൽ ശിഖണ്ഡിയെപ്പോലെ ജീവിതത്തിലെ ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റാൻ ശ്രമിക്കുന്ന ആളാവാം. ചിലപ്പോൾ വിരാടനെ പോലെ കൂറും കടപ്പാടും കാണിക്കുന്നവരാകാം. നിങ്ങളുടെ റോൾ ഏതാണ്? അതെ, ഈ ഒരൊറ്റ ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. ശരിക്കു വേണ്ടിയുള്ള ഒരു പോരാട്ടത്തില്, അല്ലെങ്കിൽ ഏതൊരു നല്ല കാര്യത്തിനായുള്ള കൂട്ടായ പരിശ്രമത്തിലും നമുക്ക് ഓരോരുത്തർക്കും ഒരു റോളുണ്ട്. നമ്മൾ വഹിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ആ വലിയ സംഗീതത്തിലേക്ക് ചേർക്കാൻ നമുക്കും ഒരു ശബ്ദമുണ്ട്. ആരും ചെറുതല്ല, ആരുടെ ശബ്ദവും വിലയില്ലാത്തതല്ല. കാരണം ധർമ്മത്തിന്റെ ആ സിംഫനി, ആ സംഗീതം, അത് അന്ന് കുരുക്ഷേത്രത്തിൽ അവസാനിച്ചില്ല. അതിന്നും നമ്മുടെ ചുറ്റും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു, ശരിയുടെയും തെറ്റിന്റെയും ഓരോ പോരാട്ടങ്ങളിലും. അപ്പൊ ചോദ്യം ഇതാണ്: ആ സംഗീതത്തിൽ നിങ്ങൾ എന്ത് ശബ്ദമാകും പുറപ്പെടുവിക്കുക? ആലോചിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.